ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വചനം വിശുദ്ധ ലൂക്കോസ് സബ്രോനിൽ എഴുതപ്പെട്ട കർത്താവിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 28-ാമത്തെ തിരുവചനം. ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ വേദഭാഗം പ്രഭാഷണത്തിൽ അടങ്ങിയിരിക്കുന്ന വാക്യങ്ങളാണ്. ഇവിടെ യേശുക്രിസ്തു നമ്മോട് പറയുന്നത് നിങ്ങളെ ശപിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിക്കണമെന്നാണ്. മാനുഷികമായി ചിന്തിക്കുമ്പോൾ നമ്മെ ശപിക്കുന്നവരെ തിരിച്ച് പ്രാകുകയോ അവർക്കെതിരെ തിരിച്ചടിക്കുകയോ ചെയ്യുന്ന ഒരു പ്രകൃതമാണ് ലോകം നമ്മോട് പറയുക. എന്നാൽ ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളെ ശപിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിക്കണം. നിങ്ങൾ അവരോട് ചെയ്യേണ്ടത് നല്ല വാക്കുകൾ പറയണം, നല്ല കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യണം. വീണ്ടും പറയുന്നുണ്ട്, ഇതാ നിങ്ങളെ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സാധാരണഗതിയിൽ അധിക്ഷേപിക്കുന്നവർക്ക്, അധിക്ഷേപം നടത്തുന്നവരെ പ്രതികാരം ചെയ്യാനുള്ള ദാഹമാണ് എല്ലാവരും ഉണ്ടാകുക. എന്നാൽ ക്രിസ്തു പറഞ്ഞു, നിങ്ങളെ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. യേശുക്രിസ്തു പറഞ്ഞതെല്ലാം തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതാണ്. തന്നെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി ക്രിസ്തു പ്രാർത്ഥിക്കുന്നുണ്ട്. ലൂക്കോസിന് സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 34-ാമത്തെ തിരുവചനത്തിൽ യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയാണ്: പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. വീണ്ടും അപ്പോസ്തല പ്രവൃത്തികളിൽ 7-ാം അധ്യായം അതിന്റെ 60-ാം തിരുവചനത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്: വിശുദ്ധനായ സ്തേഫാനോസ് ശമ്മാശൻ തന്നെ കല്ലെറിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവെ, ഇവരുടെ മേൽ ഈ പാപം നീ ചുമത്തരുത് എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മാതൃകകളെല്ലാം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മെ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി, നമ്മെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ നമുക്കിടയാകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.